ഹലോ കൂട്ടുകാരെ, ഇന്ന് എളുപ്പത്തിൽ നമുക്കൊരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കാം. അതിനുവേണ്ടി ഏകദേശം ഒരു 3/4 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റുമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് തൈരിന് പകരം നാരങ്ങ ജ്യൂസ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മസാല പുരട്ടിയെടുത്ത ശേഷം നമുക്കിത് 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ 1/2 മണിക്കൂർ വെച്ച് കൊടുത്താലും മതിയാകും. അപ്പോൾ നന്നായിട്ട് മസാല പുരട്ടി ഞാനിത് 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ വെച്ച് കൊടുത്തിട്ട് 1 മണിക്കൂറായി വന്നിട്ടുണ്ട്. ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനൊന്നും നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവൂ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ആദ്യം നമ്മൾ മസാല പുരട്ടുമ്പോൾ ഗരം മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മസാല പുരട്ടിയെടുക്കാം. നമ്മൾ ആദ്യം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കരുത്. ഈ ഒരു സമയത്ത് വേണം നമ്മളിതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പാൻ ചൂടായി എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായ ശേഷം നമുക്ക് അതിൻ്റെ ഓരോ ചിക്കൻ പീസ് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ആദ്യത്തെ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്, അതിൻ്റെ ഉൾവശം എന്ത് കിട്ടത്തില്ല, പുറഭാഗം കരിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് നമുക്കിത് തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഏത് സാധനമായാലും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുഴിഞ്ഞ പാത്രത്തിൽ വേണം നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി. പരന്ന പാത്രമാണെങ്കിൽ നമുക്ക് ഒരുപാട് എണ്ണയുടെ ആവശ്യം വരും. അപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് എണ്ണ ലാഭിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഞെരടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പെരുംജീരകം കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും കൂടിയാണ് ഇത് രണ്ടും ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്, ഇതിൻ്റെ പുറംഭാഗം കരിഞ്ഞു പോവുകയും ചെയ്യും, ഉൾവശം വേകുകയും ചെയ്യത്തില്ല. അപ്പോൾ നമുക്കിത് തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് നല്ലവണ്ണം സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇത് അധികം എരിവില്ലാതാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. അവർക്ക് അധികം എരിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് കുരുമുളക് പൊടിയൊക്കെ കുറച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. തിരിച്ചും മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് എണ്ണയ്ക്കകത്തൊന്ന് കോരി മാറ്റാം. അപ്പം ഞാനിതെല്ലാം എണ്ണയ്ക്കകത്തൊന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും പെരുംജീരകമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു മണവും നല്ല ടേസ്റ്റുമാണ്. ഇത് ചിക്കൻ ഫ്രൈക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാത്ത കമൻറ്റ് ബോക്സ് അറിയിക്കുക. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പം നല്ല കളറിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് കളറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, എങ്കിൽ കൂടി നല്ല അടിപൊളി കളറായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ഉണിക്കി ചൂസ്.